Hello students, in the last class we have discussed the increasing cost industry, where we said that its average variable cost will increase, right? That is, when demand increases, they will try to increase the supply, automatically the price also increases. എന്തുകൊണ്ട് അവിടെ പ്രൈസ് കൂടാനുള്ള കാരണം ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള അത്രയും സപ്ലൈ നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് വന്നു. ടു കവർ ദാറ്റ് കോസ്റ്റ് വി ഹാവ് ടു ഇൻക്രീസ് ദി പ്രൈസ്. അതായിരുന്നു ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. സോ അങ്ങനൊരു ഇൻഡസ്ട്രി ആണ് എങ്കിൽ, അതായത് സപ്ലൈ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് കൂടുന്നു, പ്രൈസും കൂടുന്നു. സോ അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ സപ്ലൈ കർവ് വരുന്നത്? So this is the supply curve which is shown in your textbook. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇത് നമുക്കിത് ഈ സെയിം ഗ്രാഫ്, ഞാൻ എടുക്കുന്ന ഈ ടോപ്പിക്സിൽ കൂടുതലും ഗ്രാഫുകളാണ്. അപ്പോൾ ആ ഗ്രാഫുകൾ ഒന്നുകൂടി ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് ലൈവ് സെഷൻസ് വേണ്ടി വരും. അപ്പോൾ ലൈവ് സെഷനിൽ നമുക്കത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഗ്രാഫുകൾ ഒന്നും കൂടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. നൗ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഗ്രാഫ് വന്നിരിക്കുന്നത് വിച്ച് ഷോസ് ദി ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ്. ഇനി ഇവിടെ നമ്മുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് LSC എന്ന് പറഞ്ഞൊരു കണ്ടോ നിങ്ങൾ, ലോങ് റൺ സപ്ലൈ കർവ്. അതാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു ഇൻക്രീസിങ് ഇൻഡസ്ട്രി, കോസ്റ്റ് ഇൻക്രീസിങ് ഇൻഡസ്ട്രിയിൽ LSC കർവ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. യെസ്, ഇറ്റ് ഈസ് അപ്വേർഡ് സ്ലോപ്പിംഗ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇൻ increasing cost industry we can see that long run supply curve will shows upward moving, or it is upward sloping. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് സപ്ലൈ കർവ് അപ്വേർഡ് ആകാനുള്ള കാരണം? അപ്വേർഡ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആകെ നോക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ. ഫസ്റ്റ് വൺ, ഇക്വിലിബ്രിയം നോക്കുക. E0 E, ആ രണ്ട് ഇക്വിലിബ്രിയം പോയിന്റ് നോക്കിയാൽ മതി. സാധാരണ പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഔട്ട്പുട്ടും തരും, പ്രൈസും തരും. അതിൻ്റെ ബേസിൽ നമ്മൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും വരയ്ക്കും. അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്. അതായത് ഇന്ന ക്വാണ്ടിറ്റി ഇന്ന പ്രൈസിൽ ഇത്രയായിരിക്കും ഡിമാൻഡ്, ഇത്രയായിരിക്കും സപ്ലൈ എന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. ബേസ്ഡ് ഓൺ വിച്ച് വി വിൽ ഡ്രോ ഡിമാൻഡ് കർവ് ആൻഡ് സപ്ലൈ കർവ്. അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിൻ്റ്. ഓക്കെ, സോ ടേക്ക് ദി ഫസ്റ്റ് കേസ് P0 Q0. നമ്മുടെ P0 Q0 വെച്ചിട്ട് നമ്മൾ ഡിമാൻഡ് കർവ് D0 കണ്ടോ, അതാണ് ഡിമാൻഡ് കർവ്. S0 മാത്രം നോക്കി, അതാണ് സപ്ലൈ കർവ്. രണ്ട് ഇൻറ്റു മാർക്ക് പോലെ D0 ഫസ്റ്റത്തെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും നമ്മൾ വരച്ചു ബേസ്ഡ് ഓൺ ദി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ആ രണ്ട് കർവ് നമ്മൾ വരച്ചു. അപ്പോൾ അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് E0. അത് നേരെ അവർ ലൈൻസ് വരച്ച് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാക്കിയത്. അപ്പോൾ P0 E0 എന്നുമായി, E0 Q0 എന്നും ആക്കി. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവ് D0 വരച്ചു, ഡിമാൻഡ് കർവ് സപ്ലൈ കർവ് S0 വരച്ചു. രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് E0. അത്രയുമാണ് ആദ്യം നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുക. ഓക്കെ, നൗ ദെൻ ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്, അതായത് ക്വാണ്ടിറ്റി Q0 ആയിരുന്നു, പെട്ടെന്ന് നമ്മുടെ ഡിമാൻഡ് കൂടി. അതായത് നമ്മളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും നമ്മൾ സപ്ലൈയും ചെയ്യേണ്ടേ, എന്നാലേ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, അതുവരെ ഡിമാൻഡ് കർവ് D0 ആയിരുന്നു, നമ്മുടെ ഡിമാൻഡ് കൂടി. അപ്പോൾ കണ്ടോ, നേരെ ലെഫ്റ്റ് സൈഡിൽ അടുത്ത ഡിമാൻഡ് കർവ് വരച്ചേക്കുന്നത് കണ്ടോ, ബേസ്ഡ് ഓൺ ദി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. കണ്ടോ, നേരെ നമ്മൾ ജസ്റ്റ് ഒരു ഇതേപോലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈൻ വരച്ചാൽ മതി. D0 ആദ്യത്തെ ഡിമാൻഡ് കർവ്. വെൻ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്, അപ്പോൾ നമ്മൾ പുതിയ DD കർവ് വരച്ചു. കണ്ടോ അത്? എഗെയിൻ ആദ്യത്തെ സപ്ലൈ കർവ് S0 ആയിരുന്നു. ടു മീറ്റ് ദ ഡിമാൻഡ് വി ഷുഡ് മേക്ക് സഫിഷ്യൻറ്റ് സപ്ലൈ. പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, സിൻസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി, അതായത് നമ്മൾ സപ്ലൈ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടും, അത്രയും പ്രൊഡക്ഷൻ കൂടും. അതുകൊണ്ടാണ് അതിനെ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യില്ല, എത്രയാണോ ഡിമാൻഡ് അത്രയും സപ്ലൈ അവർ കൊടുക്കില്ല. കാരണം എന്താ, സപ്ലൈ കൂടുന്തോറും കോസ്റ്റ് കൂടും. അതുകൊണ്ട് തന്നെ നോക്കിക്കേ, പുതിയ സപ്ലൈ കർവ് ഇതേപോലെ തന്നെ വരച്ചു. സപ്ലൈ കൂടി ഓട്ടോമാറ്റിക്കലി. S0 നിന്നും അത് Sലേക്കായി.
Now takes the difference in the sense D0 DD കർവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. ആദ്യത്തെ ഡിമാൻഡും സെക്കൻഡ് ഡിമാൻഡ് കർവും തമ്മിലുള്ള വ്യത്യാസം, ആ പാരലൽ ലൈൻസിൻ്റെ വ്യത്യാസം ഇത്തിരി കൂടുതലാണ്. അത്രയും ഈക്വലൻ്റ് ഡിഫറൻസ് സപ്ലൈ കർവിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഡിമാൻഡ് അത്രയും കൂടി അത്രയും സപ്ലൈ നമ്മളിവിടെ വരുത്തിയിട്ടുണ്ടോ? ആ രണ്ട് സപ്ലൈ കർവ് നോക്കിക്കേ, S0യും എസും നോക്കിക്കേ. രണ്ട് സപ്ലൈ കർവ്, രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കണ്ടോ? അത് വളരെ ചെറുതല്ലേ? ഡിമാൻഡ് കർവിൻ്റെ ഗ്യാപ്പ് നോക്കുക, അതിന് ഇത്തിരി കൂടുതലും സപ്ലൈ കർവിൻ്റെ ഗ്യാപ്പ് കുറവുമല്ലേ? അതിനർത്ഥം increasing cost industry, shift in demand is greater than shift in supply. സപ്ലൈ കർവിൻ്റെ ഡിഫറൻസ് കുറവും ഡിമാൻഡ് കർവിൻ്റെ ഡിഫറൻസ് കൂടുതലുമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എന്ത് കാണിക്കുന്നത്? അപ്വേർഡ് ലോങ് റൺ സപ്ലൈ കർവ് കാണിക്കുന്നത്. സപ്ലൈ ഡിമാൻഡ് ഉണ്ട്, പക്ഷെ അത് കൂട്ടാൻ വേണ്ടി അത്രയും നമ്മൾ സപ്ലൈ ചെയ്യില്ല, സിൻസ് ഇറ്റ് ഇസ് എ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി. അപ്പോൾ നമ്മുടെ LSC ആണ് ആൻസർ. അതങ്ങനെ നമുക്ക് ആ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ആദ്യത്തെ ഇക്വിലിബ്രിയം E0യും രണ്ടാമത് നമ്മൾ DD കർവും SS കർവും വരയ്ക്കില്ലേ, അത് കൂട്ടിമുട്ടുന്ന ഇൻ്റർസെക്ഷൻ പോയിന്റ് അതിൻ്റെ കൂടെ ആ ലൈൻസിൽ കൂടി വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് LSC എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ഗ്രാഫിലൊന്ന് വരച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് കിട്ടും. ആദ്യം ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് വരയ്ക്കുക, ദെൻ ഡിമാൻഡ് കർവ് ഇത്തിരി കൂട്ടുക, അത്രയും കുറച്ച് സപ്ലൈ കർവും കൂട്ടുക, അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കുക. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് LSC. സോ സെയിം നമുക്ക് ലൈവ് സെഷനിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും. ഓക്കെ, ഇതാണ് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. നമുക്ക് ഇത് തന്നെ ഇനി ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് വെച്ചപ്പോൾ എന്തായിരിക്കും? ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി, യെസ്, ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ കോസ്റ്റ് കൂടി വരും. കാരണം എന്താണ്? ഡിമാൻഡ് കൂടി സപ്ലൈ കൂട്ടാൻ വേണ്ടി നമ്മൾ പിന്നെയും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്യുപ്പൈ ചെയ്യും, അതിന് പിന്നെയും കോസ്റ്റ് വരും, അതുകൊണ്ടാണ് പ്രൈസും കൂടുന്നത്. ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ അവരെന്താ ചെയ്യുന്നത്? അവർ സപ്ലൈ ഡിമാൻഡ് കൂടും, അതനുസരിച്ച് അവർക്ക് സപ്ലൈയും കൂട്ടണം. അപ്പോൾ സപ്ലൈ കൂട്ടാൻ പിന്നെയും പ്രൊഡക്ഷൻ വേണമല്ലോ. പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ആ ഫാക്ടേഴ്സ് അവർ ലോവർ പ്രൈസിൽ കളക്ട് ചെയ്യാൻ നോക്കും. ഓക്കെ, അതാണ് ഇൻ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രൊഡക്റ്റ് ക്യാൻ ബി സപ്ലൈഡ് ബൈ ലോവറിങ് ദി പ്രൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പ്രൈസ് കുറച്ചാണ് അവർ കൊടുക്കുക. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈയും കൂട്ടും, പക്ഷേ ഇവരവിടെ മാക്സിമം കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. കോസ്റ്റ് കുറയും തോറും നമ്മുടെ പ്രൈസും കുറയും അല്ലേ? അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ പിന്നെയും മേടിക്കുമെന്നുള്ള കോൺസെപ്റ്റിലാണ് കേട്ടോ. പ്രൈസ് കുറഞ്ഞാൽ പിന്നെയും ആൾക്കാർ മേടിക്കുമെന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത്. Okay, so the reason being in such an industry that the average cost of production falls with the increase in output. When they increase their output, there is an assumption that there will be decrease in average variable cost അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ്. സപ്ലൈ കൂട്ടുന്നു, അതനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ അതിന് വേണ്ടി വരുന്ന വസ്തുക്കളുടെ അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ കോസ്റ്റ് മാക്സിമം അവർ കുറയ്ക്കാൻ നോക്കും. ഓക്കെ, സോ എക്സ്ട്രാ നമ്മൾ എന്തോരം സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്തോരം അഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ മേടിക്കുന്നു, അവർ ചെക്ക് ചെയ്യും മാർക്കറ്റിൽ ഇത് ലോവർ പ്രൈസിൽ അവൈലബിൾ ആണോ. സോ അങ്ങനെയാണെങ്കിൽ സപ്ലൈ കൂട്ടുന്നതിനനുസരിച്ച് ഇവർക്ക് എന്ത് ചെയ്യാം, ഇവർക്ക് അതനുസരിച്ച് പ്രൊഡക്റ്റ് എത്തിക്കുകയും ചെയ്യാം, പ്ലസ് പ്രൈസ് ഒത്തിരി കൂട്ടുകയും വേണ്ട. കോസ്റ്റ് മാക്സിമം ഇവർ കുറയ്ക്കാൻ നോക്കും വെൻ ദേ പ്രൊഡ്യൂസ് അഡീഷണൽ പ്രൊഡക്ട്സ്. സോ അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ സപ്ലൈ കർവ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സാധാരണ പോലെ തന്നെ നോക്കിക്കേ, P0 Q0 അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. P0 Q0 എന്നും പറഞ്ഞിട്ടൊരു കർവ് ഉണ്ട്. P0 Q0 കണ്ടോ ഇതെല്ലാവരും? അതായത് ആ P0 Q0 ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ ഉള്ള ഡിമാൻഡ് കർവും സപ്ലൈ കർവും അവർ വരച്ചിട്ടുണ്ട്. D0 എന്ന ഡിമാൻഡ് കർവും S0 എന്ന സപ്ലൈ കർവും വരച്ചു. കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് E0, ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്, ഇക്വിലിബ്രിയം പോയിൻ്റ്. സപ്പോസ് നമുക്കറിയാം ഡിക്രീസിങ് ഇതിൽ എന്ത് സംഭവിക്കുന്നത്, പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണ് അല്ലേ. നമ്മുടെ സപ്ലൈ കൂടും, പക്ഷേ എന്ത് സംഭവിക്കും, പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത്. സോ സപ്പോസ്
ഇതേപോലെ തന്നെ ആദ്യം വരുന്ന D0 അല്ലേ. സപ്പോസ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടിയപ്പോൾ നമ്മുടെ പുതിയ ഡിമാൻഡ് കർവ് വരച്ചേക്കുന്നുണ്ടോ? പണ്ടത്തെ നമ്മുടെ ഡിമാൻഡ് കർവ് D0 ആയിരുന്നു. പുതിയ ഡിമാൻഡ് കർവ് ഉണ്ടോ? അതായത് ഡിമാൻഡ് കൂടിയപ്പോൾ അവരെന്ത് ചെയ്തു? ഡിമാൻഡ് കൂട്ടിയപ്പോൾ സപ്ലൈയും അവിടെ കൂടിയിട്ടുണ്ട്. കണ്ടോ, സപ്ലൈയും കൂടിയിട്ടുണ്ട്. അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് അടുത്തത് എന്നും പറഞ്ഞ് അവർ വരച്ചിരിക്കുന്നത്. ആ E0യും Eയും കൂടി ഇൻ്റർസെക്റ്റ്, അതിൽ കൂടി വരയ്ക്കുന്ന ലൈനാണ് LSC. ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത വരുന്നത്? ഡിക്രീസിങ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ നിങ്ങൾ ആ രണ്ട് ഡിമാൻഡ് കർവുകളുടെയും രണ്ട് സപ്ലൈ കർവിൻ്റെയും ഡിഫറൻസ് നോക്കിക്കേ. ഡിഫറൻസ് കണ്ടോ? അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. രണ്ട് കർവുകളുടെയും ഡിഫറൻസ്, അതായത് സപ്പോസ് ഡിമാൻഡ് കൂടി സപ്ലൈ നോക്കിക്കേ, എത്രയായിരുന്നോ ഡിമാൻഡ് അതിനേക്കാളും കൂടുതൽ അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റി. ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ഒരുപാട് അവർ സപ്ലൈ ചെയ്തില്ല. അതുകൊണ്ട് സപ്ലൈ കർവ് മറ്റ് ഡിമാൻഡ് കർവായിട്ട് കമ്പയർ ചെയ്തപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കുറവായിരുന്നു. ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ അവർ കോസ്റ്റ് മാക്സിമം കുറയ്ക്കാൻ നോക്കുന്നതുകൊണ്ട് കൂടുതൽ അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് എത്രയാണോ ഡിമാൻഡ് അതിനേക്കാളും കൂടുതൽ അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയത്. കണ്ടോ, D0യും Dയും ആ രണ്ട് കർവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം, രണ്ട് സപ്ലൈ കർവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സപ്ലൈ കർവിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലല്ലേ, അതായത് ദ ഷിഫ്റ്റ് ഇൻ സപ്ലൈ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ കോസ്റ്റ് കൂടുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ആ ഡിഫറൻസ് കുറവും. ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ മാക്സിമം ലോവർ പ്രൈസിൽ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുന്നതുകൊണ്ട് സപ്ലൈ കൂട്ടാൻ പറ്റും, അതുകൊണ്ട് സപ്ലൈ കർവ് കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും എന്തുണ്ട്? സപ്ലൈ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് പ്രൈസും കൂടുന്നുണ്ട്, സപ്ലൈയും കൂടുന്നുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? ആ ഡിഫറൻസ്, എന്തോരം ക്വാണ്ടിറ്റി അവർ സപ്ലൈ ചെയ്യുന്നു അതിലാണ് ഡിഫറൻസ്. ഓക്കെ, നൗ റിഗാർഡിങ് അടുത്തത്, ദ നെക്സ്റ്റ് വൺ ഈസ് റിഗാർഡിങ് ദി കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അർത്ഥം എന്തായിരിക്കും? ആദ്യത്തേതിൽ നമ്മൾ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഇനിയും നമുക്ക് പ്രൊഡക്റ്റ് ആവശ്യമായിട്ട് വരുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കോസ്റ്റ് നമുക്ക് കൂട്ടേണ്ടി വരുന്നു. ഡിക്രീസിങ് കോസ്റ്റിങ്ങിലാണെങ്കിൽ ഇനിയും നമ്മൾ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുന്നു. കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിലോ വി കീപ് ദി കോസ്റ്റ് റിമൈൻ കോൺസ്റ്റൻറ്റ്. പണ്ട് എത്ര കോസ്റ്റിനാണോ നമ്മൾ ആ പ്രൊഡക്റ്റ് എത്തിച്ചത് അതേ കോസ്റ്റിൽ തന്നെ നമ്മൾ ഈ പ്രാവശ്യം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അതാണ് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. And additional quantities of output can be supplied at the prevailing market price in the long run. നേരത്തെ നമ്മൾ എത്ര രൂപക്കാണോ അഡീഷണൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിരുന്നത് ആ സെയിം പ്രൊഡക്റ്റിന് തന്നെ പിന്നെയും നമ്മൾ ആ സെയിം കോസ്റ്റിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ കോസ്റ്റ്, അഡീഷണൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കൂടുന്നുമില്ല കുറയുന്നുമില്ല. അതാണ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. The reason being in such an industry that there is no change in the average cost of producing extra quantities of output. Okay, increasing cost ഇൻഡസ്ട്രിയിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂടും, ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറയും. വെറാസ് ഇൻ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ത് സംഭവിക്കുന്നില്ല? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എക്സ്ട്രാ ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും സപ്ലൈ കർവിൻ്റെ? സോ അണ്ടർ ദിസ് കേസ് ദ സപ്ലൈ കർവ് അണ്ടർ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി വിൽ ബി എ ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. കണ്ടോ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഉണ്ടോ ഇവിടെ? LSC ലോങ് റൺ സപ്ലൈ കർവ് ഡൗൺവേർഡ് ഡിക്രീസിങ് കോസ്റ്റ് ഡൗൺവേർഡ് സ്ലോപ്പിങ്ങും. ഇൻക്രീസിങ് കോസ്റ്റിലാണെങ്കിലോ അവിടുത്തെ LS നോക്കിക്കേ അപ്വേർഡ് സപ്ലൈ കർവും. ഇനി അതേസമയം കോൺസ്റ്റൻറ്റ് കോസ്റ്റിലാണ് എങ്ങനെ നോക്കിക്കേ, സാധാരണ പോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഡിമാൻഡ് കർവ് വരച്ചു. D0 S0 ഇക്വിലിബ്രിയം പോയിൻ്റ് കിട്ടി. എഗെയിൻ ഡിമാൻഡ് കൂടി, അപ്പോൾ പുതിയ ഡിമാൻഡ് കർവ് DD വരച്ചു. ഡിമാൻഡ് കൂടിയപ്പോൾ നമ്മൾ സപ്ലൈയും കൂട്ടി,
പക്ഷെ നോക്കിക്കേ, ഡിസ്റ്റൻസ് നോക്കിക്കേ, ഡിമാൻഡ് എത്രയാണോ കൂട്ടി അതിന് ഇക്വലൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ സപ്ലൈയും കൂട്ടിയിരിക്കുന്നത്. ക്ലിയർ? ആദ്യത്തേൽ ഡിമാൻഡ് കൂടി അതിനേക്കാളും കുറച്ച് നമ്മൾ സപ്ലൈ ചെയ്തു, രണ്ടാമത്തേൽ ഡിമാൻഡ് കൂടി അതിനേക്കാളും കൂടുതൽ നമ്മൾ സപ്ലൈ ചെയ്തു, ലാസ്റ്റ് കേസിലോ എത്രയായിരുന്നോ ഡിമാൻഡ് അതിന് ഇക്വലൻ്റ് ഉള്ള സപ്ലൈ കൊടുത്തു. രണ്ട് കർവിൻ്റെയും ഡിഫറൻസ് നോക്കിക്കേ, ഡിസ്റ്റൻസ് നോക്കിയേ, സെയിം തന്നെയല്ലേ അല്ലേ? ഫസ്റ്റത്തെ കേസിൽ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് E0യും സെക്കൻഡ് കേസിൽ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് Eയുമാണ്. ആ രണ്ട് കർവ് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ ആ രണ്ട് കർവിൽ കൂടി നമ്മൾ നേരെ വരച്ചേ, ലൈൻസ് വരയ്ക്കുമ്പോണ്ടോ ഹൊറിസോണ്ടലായിട്ട് E0E നേരെ വരച്ചേക്കുന്നതുണ്ടോ? അതാണ് അവിടുത്തെ LSC, E0E, അതുമാണ് LSC എന്ന് പറയുന്നത്. ഓക്കെ, I think it is clear. Constant cost ഇൻഡസ്ട്രിയിലാണെങ്കിൽ its supply curve will be a horizontal line. I think it is clear. Okay, thank you.